അപ്പോൾ കാര്യമായിട്ടുള്ള പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അക്കൗണ്ട് തുടങ്ങിയില്ല ഇൻസ്റ്റയിൽ. അപ്പോൾ അത് വിജയകരമായിട്ട് പോകണല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായ മുണ്ട് കൊടുത്ത കര മാറിപ്പോയിന്ന്. കര മാറിയപ്പോൾ അമ്മയുടെ മുഖം നന്നായിട്ട് അങ്ങ് ചുമന്ന് സൈഡിൽ നിന്ന് ചിറ്റ വരെ ചിരിച്ചു തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ മുണ്ടിന്റെ ഒരു കര മാറിയത് ഇത്രയും വലിയ തെറ്റാണെന്ന് എനിക്കറിയാൻ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ തൊഴുതിറങ്ങിയിട്ട് നേരെ നമ്മൾ തോമാച്ച എന്ന് വെച്ചാൽ നമ്മൾ ആലിയുടെ വണ്ടി ഓടുന്ന ചേട്ടൻ്റെ പേരാണ് തോമാച്ച. അങ്ങേരെ വിളിച്ചോട് നേരെ നമ്മൾ വേങ്കമല അമ്പലത്തിൽ പോണ സമയത്ത് തന്നെ ആദ്യം പോയി അമ്പലത്തിൽ നിന്ന് ലഘു ഭക്ഷണമായിട്ട് കരിക്കും പായസവും കിട്ടിയിട്ട്. അപ്പോൾ അതും കഴിച്ചുകൊണ്ടാണ് പോയത്. കഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വെഞ്ഞാറും കൂടെ എത്തിയപ്പോൾ അറിയാല്ല. ഇപ്പോൾ ഈ സമയത്ത് ഇതുവഴിക്ക് പോകുന്നവർക്ക് അത്യാവശ്യം അറിയാം നല്ല ബ്ലോക്ക് ഉണ്ട്. വൈകുന്നേരം വരുന്നവർക്കും അറിയാം നല്ല ബ്ലോക്ക് ഉണ്ട് വെഞ്ഞാറുമൂട്. അങ്ങനെ വെഞ്ഞാറുമൂടും കഴിഞ്ഞ് നേരെ വേങ്കമല ക്ഷേത്രത്തിൽ എത്തി. അങ്ങനെ അതിൻ്റെ അകത്ത് ഞാനും അമ്മയും കൂടെ കയറി കറങ്ങി തൊഴുതിട്ട് ഇത്തിരി ചന്ദനമൊക്കെ മേടിച്ചിട്ടിട്ട് നേരെ താഴെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. ഞാനും അമ്മയോടെ മിക്കുള്ള ദിവസം വരുമ്പോഴും ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. അടിപൊളി ചായക്കടയാണ്. ചായ മാത്രം കുടിച്ചാൽ പോലെ. അങ്ങനെ നേരെ ഒരു വാഴയ്ക്കപ്പ് എടുത്ത് കഴിച്ചുകൊണ്ടെന്നപ്പോൾ അമ്മയെ ഒരു കൊച്ചുമോ ഇങ്ങനെ രൂക്ഷമായിട്ട് നോയിക്കൊണ്ടിരിക്കണം. സംഭവം എന്താണെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. എന്തായാലും കൊച്ചുമോൻ്റെ നോട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നോട്ടം. അവ എന്തോ മറ്റല്ല ഇടിക്കാനുള്ള പരുവത്തിലാണ് അമ്മച്ചി നോയിക്കൊണ്ടുന്നത്. എന്താണ് സംഭവം എന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് താഴെ നല്ല വളക്കടയുണ്ട്. വളക്കടയെന്ന് വെച്ചാൽ പിന്നെ മറ്റേ വളം വയ്ക്കുന്നതല്ല, മറ്റേ കുപ്പികളൊക്കെ വയ്ക്കുന്ന കടയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അമ്മച്ചി കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ ഒരു ഫോണും മേടിച്ചിട്ട് പൈസ നോക്കില്ല. സാധനം സെറ്റായിരുന്നു.